ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. നമ്മുടെ രേവതിയുടെ നന്മ കൊണ്ട് തന്നെ രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടുകയാണ്. ഒരു 5 ലക്ഷം രൂപയോളം വരുന്ന ഓർഡർ കിട്ടുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഒരു ഇവൻസിൻ്റെ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ഓർഡർ കിട്ടുമ്പോൾ തന്നെ ആ സന്തോഷം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് രേവതിക്ക് വലിയൊരു പണി കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് അവരുടെ തലയിൽ തന്നെ തിരിച്ചു വന്ന് വീഴുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അങ്ങനെ ശരത്തിൻ്റെ കേസിന് വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപയോളം സച്ചിക്കും രേവതിക്കും ഇപ്പോൾ മുടക്ക് വന്നിട്ടുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനിൽ രേവതി ഇരിക്കുന്ന സമയത്താണ് രേവതിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നത്. പൂകൊണ്ടുള്ള കാര്യങ്ങളാണല്ലോ രേവതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട്, മണ്ഡപങ്ങളൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും. അപ്പോൾ അത് ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കാമല്ലോ, അങ്ങനെ ഒരു ഓർഡർ എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ രേവതി ചിന്തിക്കുന്നുണ്ട്. അത് സച്ചിയോട് പറയുമ്പോൾ നമ്മുടെ സച്ചിയല്ലേ, രേവതിനെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് സച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ രേവതി ഉണ്ടാക്കിയ ആ മോഡൽ കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വർഷയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടിയിട്ട് അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് എപ്പോഴും ഇങ്ങനെ കൈ കൊണ്ട് നടന്നാൽ മാത്രം നമുക്ക് ഒരുപാട് ഓർഡറുകളൊന്നും കിട്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊന്നും രേവതിക്ക് സച്ചിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ വർഷ അതിന് മുൻകൈ എടുത്തിട്ട് അവരുടെ വീഡിയോസൊക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുവഴി നമ്മുടെ രേവതിക്ക് വലിയ ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ രേവതിയാണെങ്കിൽ കിച്ചണിൽ ഭയങ്കര തിരക്ക് പിടിച്ച് ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശരത്തിനെ റിലീസ് ചെയ്തിട്ട് വന്നിട്ട് ചന്ദ്രമതി വലിയ ആളുകളൊക്കെയാണ്, താൻ എന്തോ വലിയ നന്മ ചെയ്തെന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രേവതി വീണ്ടും ചന്ദ്രമതിയോട് ഇങ്ങനെ താഴ്ന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട്, രേവതി എനിക്ക് ചായ വേണമെന്നേ, ദേ അമ്മേ ഇപ്പോൾ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രേവതി ചായ എടുക്കുന്നുണ്ട്. ശ്രുതിക്കും കൂടി ചായ കൊടുത്തേക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി പോയി അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം രവിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവിക്കും രേവതി ചായ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇന്ന് ഭയങ്കര തിരക്കിലാണെന്ന് തോന്നല്ലോ. അച്ഛാ, ഞാനൊരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. അച്ഛനെ കാണിച്ചില്ലേ ആ ഒരു മണ്ഡപം ഡെക്കറേഷൻ്റെ കാര്യം, ഇന്നത് കുറേ പേരെ കാണിക്കണം, അതിന് വേണ്ടിയിട്ട് നേരത്തെ പോകണോ അച്ഛാന്ന് പറയാണേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, അതെ എന്നാൽ പിന്നെ ബാക്കി പണിയൊക്കെ കുറച്ച് ചെയ്തിട്ട് പോ, പിന്നീട് വന്നിട്ട് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങളെന്താ രവിയേട്ടാ പറയുന്നത്? അതെ, എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം വേണം. പിന്നെ ശ്രുതിയൊക്കെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇറങ്ങി വരും, അവർക്കൊക്കെ ആരാ ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ രവി ചോദിക്കുന്നുണ്ട്, അതെന്താ ചന്ദ്രേ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്തു കഴിക്കാൻ അവർക്ക് കൈയും കാലും ഒന്നും ഇല്ലേ? അതെ, അതൊന്നും അല്ല രവിയേട്ടാ, അവര് ഇവളെ പോലെയാണോ? അവര് രാവിലെ ലക്ഷങ്ങളാ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് സ്റ്റോർ റൂമിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ അവർ തന്നെ പോയി എടുത്ത് കഴിക്കുന്നത് ശരിയല്ല. തന്നെയല്ല, ശ്രുതിയാണെങ്കിൽ അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുമോ? അവർക്ക് വിളമ്പി കൊടുത്തിട്ട് രേവതി പോയാൽ മതി എന്ന് പറയുകയാണേ. ഈ സമയം ശ്രീകാന്തും വർഷയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ രേവതി ചേച്ചി, ഞാൻ ഫേസ്ബുക്കിൽ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും രേവതി ചേച്ചിയുടെ ഐഡിയ കലക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തും വർഷയും കൂടിയിട്ട് രേവതിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ദേഷ്യം വരുവാണ്. പിന്നെ ഇവക്ക് ഇപ്പം കിട്ടും, ഇവളെ ഇപ്പോൾ ആരാണ് അതിനൊക്കെ വിളിക്കാൻ പോകുന്നത്? പിന്നെ വീട്ടിലെ അടുക്കള പണി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോന്ന് കണ്ടെത്തുന്നതല്ലേ, അല്ലാതെ മറ്റെന്താണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ അങ്ങ് താഴ്ത്തി പറയുകയാണേ. എന്നാൽ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ നല്ലത് പറഞ്ഞില്ലെങ്കിലും അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ മോശമായിട്ടൊന്ന് സംസാരിക്കാതിരിക്കാവോ? എന്തായാലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്, രേവതി മോക്ക് നല്ല ഓർഡറുകളൊക്കെ കിട്ടും, അവർ ഉയർച്ചയിൽ എത്തുമെന്നേ. അപ്പോഴേക്ക് ചന്ദ്രമതി ഇങ്ങനെ മുഖമൊക്കെ വീർത്തി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, അതെന്താ അമ്മേ,
അമ്മയ്ക്ക് അമ്മയുടെ മക്കള് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ ഇഷ്ടമാവുന്നില്ലേ? സുധിയേട്ടൻ ചെയ്യുന്നത് മാത്രം നല്ലതുള്ളൂ എന്ന് മാത്രം കരുതിയിരുന്ന അമ്മയ്ക്ക് ഒരിക്കലും സച്ചിയേട്ടൻ്റെ രേവതി ചേച്ചിയുടെയും നന്മ മനസ്സിലാക്കാൻ പറ്റില്ല. ദേ രേവതി ചേച്ചി ഇത് ചെയ്തതുപോലെ ആർക്കെങ്കിലും ഇവിടെ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഒരു പൂവെടുത്ത് ഒരു നൂലിൽ കെട്ടി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതിയും കൂടിയിട്ട് പോവാനായിട്ട് ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താടാ, ഒരു നൂലിൽ കെട്ടി ഒരു സൂചി നൂലും വെച്ചേ വേണമെങ്കിൽ ആർക്ക് വേണേലും പൂ കെട്ടാം. എന്നാൽ എന്നെ പോലെ ഇത്രയും ഡിഗ്രി വാരി കൂട്ടിയിട്ട് വലിയൊരു ബിസിനസ്മാൻ ആവാനാണ് വലിയ പാടെന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതിയും ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ രേവതിയെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, അതെ എന്തായാലും അവനവനെ കൊണ്ട് പറ്റുന്നത് നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുക, ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ മറ്റാരെ പോലെ ആകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന ജോലി അന്തസ്സായിട്ട് ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. ശ്രുതിയപ്പോൾ പറയുന്നുണ്ട്, അല്ല രേവതി നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇപ്പോൾ നിൻ്റെത് മറ്റാരും കളിയാക്കിയൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തായാലും നീ എത്ര തുള്ളിച്ചാടിയാലും ഞങ്ങളുടെ ഒപ്പം എത്താൻ പറ്റില്ല. പിന്നെ എന്തിനാ രേവതി ഈ വെയിൽ കൊണ്ട് അലഞ്ഞു നടക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും അങ്ങ് മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ലടാ, രേവതി മോള് ഇന്ന് മണ്ഡപം ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ഓർഡർ പിടിക്കാൻ പോവല്ലേ, അതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞതാണ്. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാലോ? അതെനിക്കറിയാച്ചാ. എന്തായാലും ഈ അമ്മയുടെ വായിൽ നിന്ന് ഒരു നല്ലത് വന്നിട്ടേ രേവതിക്ക് നല്ല കാലം ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കണ്ട. പിന്നെ രേവതി, എന്തായാലും അച്ഛൻ്റെ അനുഗ്രഹം നിനക്ക് മുഴുവനായിട്ടുണ്ട്. അപ്പോൾ നീ പൂർണ്ണമായിട്ടും സന്തോഷത്തോടു കൂടിയിട്ട് ആ കാര്യത്തിന് ഇറങ്ങിക്കോ. പിന്നെ എല്ലാ കാര്യത്തിനും ഞാനും നിന്റെ കൂടെ ഉണ്ടെന്ന് പറയണേ. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, അതെന്താ സച്ചിയേട്ടാ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? അതെ, ഞാനും രേവതി ചേച്ചിയുടെ ഒപ്പം തന്നെ എല്ലാത്തിനും കൂടെ ഉണ്ടെന്നേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനും എന്ത് സഹായം വേണമെങ്കിലും രേവതി ചേച്ചിക്ക് ചെയ്തു തരാൻ ഞാൻ റെഡിയാണെന്ന് പറയാട്ടോ. ഇത് കേട്ടിട്ട് ശ്രുതിയും ശ്രുതിയൊക്കെ ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, രേവതി മതി, ബാക്കിയുള്ളതൊക്കെ അവിടെ ഇട്ടേര്, പിന്നീട് ചെയ്താൽ മതി. നീ രാവിലെ പോയിട്ട് പൂ കൊടുക്കാനൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, നീ നിന്റെ ജോലിയും കൂടി ചെയ്യുന്നു പറഞ്ഞിട്ട് രേവതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ ഇതും കൂടി ചെയ്തിട്ട് പോവാം. അതൊന്നും കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്, നീ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ചെല്ലെന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങ് രേവതിനെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം സച്ചിയും ഒരു ട്രിപ്പ് വന്നിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ രേവതി രവിയോട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അച്ഛാ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് പൂ കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഓർഡർ അനുസരിച്ചിട്ട് രേവതി ഇങ്ങനെ പൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചിമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ രേവതിയുടെ ഒരു ഐഡിയ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും രേവതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. രേവതി എന്തായാലും നീ നല്ല നിലയിലെത്തിയാൽ ഞങ്ങൾക്കും നിന്റെ വീട്ടുകാർക്കും മാത്രമല്ല അതിൻ്റെ ഗുണം വരുന്നത്, ഞങ്ങൾക്കും ഈ നാടിനും എല്ലാം ഗുണം ചെയ്യും. അതുകൊണ്ട് നീ നല്ല ഉയർന്ന നിലയിൽ തന്നെ എത്തും. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതിയോട് മറ്റൊരു ചേച്ചി പറയുന്നുണ്ട്, അതെ ഇവിടെ അടുത്തുള്ള ഒരു മണ്ഡപത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്ന ആള് എനിക്കറിയാവുന്നതാ. വാ രേവതി, ഞാൻ നിന്നെയും കൂട്ടിയിട്ട് അവിടെ പോവാന്ന് പറയാണേ. അത് കൊള്ളാമല്ലോ, എങ്കിൽ പിന്നെ നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ആ ചേച്ചിയും കൂട്ടി രേവതിയും അവരും കൂടിയിട്ട് ആ മണ്ഡപത്തിൻ്റെ ആളെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം ദേവു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. അമ്മയെന്ന് വിളിച്ചിട്ട്, എന്തിനാടി നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അമ്മേ, ദേ ഒരു സന്തോഷ വാർത്തയുണ്ട്, അമ്മ ഇതൊന്ന് നോക്കിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള രേവതിയുടെ വീഡിയോസ് ഉണ്ടല്ലോ, നമ്മുടെ വർഷയാണെങ്കിൽ രേവതിനെ നല്ല സുന്ദരിയാക്കി ഒരുക്കി മോഡലിലാക്കിയിട്ട് ഈ പൂവിൻ്റെയും ഡെക്കറേഷൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു പരസ്യമൊക്കെ വർഷ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് കൊണ്ടുവന്ന് ദേവു കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെൻ്റെ മോളാണല്ലോ, ഇതെങ്ങനെയാ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ദേ നോക്കമ്മേ, വർഷ ചേച്ചിയാ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, രേവതി ചേച്ചി പുതിയ സംരംഭം തുടങ്ങാൻ പോകുന്നത്, ഡെക്കറേഷനൊക്കെ. എന്തായാലും എൻ്റെ മോക്ക് ഈശ്വരൻ നല്ലതേ വരുത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയുടെ കണ്ണെന്നറിയാണ് കേട്ടോ. അപ്പോഴേക്ക് ശരത്തും വരുന്നുണ്ട്. എന്താ അമ്മ വീണ്ടും കരയാണ്? ദേ
ഇത് നോക്കടാ, ഇത് സന്തോഷ കണ്ണീരാ. എൻ്റെ മോളുടെ കഷ്ടപ്പാടിന് ദൈവം എൻ്റെ മോൾക്ക് നല്ലതേ കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ശരത്തിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരത്തും ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അമ്മേ, എനിക്കറിയാവുന്ന കൂട്ടുകാരിലൊക്കെ കുറേ പേർക്ക് മണ്ഡപമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഞാനും അവരോട് സംസാരിച്ച് ചേച്ചിക്ക് നല്ല ഓർഡർ പിടിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെ സന്തോഷമായിട്ടിരിക്കുകയാണേ. അങ്ങനെ രേവതിയും ആ ചേച്ചിയും കൂടിയിട്ട് മണ്ഡപം ഒരു നോക്കി നടത്തുന്ന ആളുണ്ടല്ലോ, അയാളുടെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അയ്യോ അതൊക്കെ ഇവിടെ അടുത്തുള്ള മറ്റൊരു പൂക്കാരിയാണ് അതൊക്കെ ചെയ്യുന്നത്. അവര് വലിയ പണക്കാരിയാ. അവർക്ക് കയ്യിൽ നിന്ന് ഒരുപാട് കാശ് എടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യും. പിന്നീടാണ് ഇവന്റ്സുകാര് പൈസയൊക്കെ കൊടുക്കുന്നതെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിയുടെ മുഖം ആകെ അങ്ങ് വിഷമാവുന്നുണ്ട്. എന്നാലും സാർ, ഇവളൊരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ടൈപ്പാന്നും പറഞ്ഞിട്ട് രേവതിയുടെ ആ മോഡൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോഴേക്കും അയാൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആഹാ, എന്തായാലും അവര് ചെയ്യുന്നതൊക്കെ മറ്റുള്ള ഓരോരുത്തടത്തും കണ്ടിട്ടുള്ള രീതിയിലാണ്. ഇതെന്തായാലും ഒരു വെറൈറ്റി മോഡലാണല്ലോ. എന്തായാലും വലിയൊരു കമ്പനി ഓണറിന്റെ മകന്റെ വിവാഹം ഉടനെ തന്നെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ തരാം, നിങ്ങൾ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറയുകയാണേ. അപ്പോഴേക്കും അത് ഇവന്റുകാരാണ് സത്യത്തിൽ അത് നടത്തുന്നത്. എന്നാൽ ഓണർ നേരിട്ട് പറഞ്ഞാൽ അവർക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ നേരിട്ട് നിങ്ങൾ പോയി കാണണമെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയും ആ ചേച്ചിയും കൂടിയിട്ട് അദ്ദേഹത്തിനെ പോയി കാണുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ഇവന്റ്സുകാരാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതെന്തായാലും എൻ്റെ മോൻ്റെ കല്യാണമാണ്. അത് ഏറ്റവും ഫ്രഷ് ആയിട്ട് തന്നെ ചീഫ് ഗസ്റ്റുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഈ മോഡൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സാർ എന്തായാലും ഞാൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നല്ല രീതിയിൽ ചെയ്തു തരും. പിന്നെ വാടിപ്പോകുന്ന പൂക്കളൊക്കെ ഞാൻ അന്നേരം മാറ്റി നല്ല രീതിയിൽ നല്ല സുഗന്ധം ഉണ്ടാക്കുന്ന നിങ്ങളുടെ മകൻ്റെ കല്യാണം വസന്തത്താൽ നിറഞ്ഞ ഒരു കല്യാണമാക്കി തരുമെന്നൊക്കെ ഇങ്ങനെ രേവതി പറയാണ് കേട്ടോ. അങ്ങനെ രേവതിയുടെ പറച്ചിൽ കേൾക്കുമ്പോൾ ശരി, ഞാൻ നിങ്ങൾക്ക് തരാം, എന്നാൽ ആ ഒരു വിവാഹത്തിന് യാതൊരു മങ്ങലും ഉണ്ടാവാൻ പാടില്ല. നല്ല ഏറ്റവും കൂടിയ പൂക്കൾ കൊണ്ട് തന്നെ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കണം. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഞാനൊരു 5 ലക്ഷം രൂപയാണ് അതിന് വേണ്ടിയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവുകയാണ്. ശരി സാർ, നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഞാൻ നല്ല രീതിയിൽ ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് രേവതി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് 1 ലക്ഷം രൂപ രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി പറയുന്നുണ്ട്, പൂക്കളൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് പൂക്കൾ വേണമല്ലോ, അതിനായിട്ട് അഡ്വാൻസ് ആയിട്ട് ആ പൈസ മേടിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേവതി വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സച്ചി വീട്ടിലുണ്ടാവും. സച്ചിയോട് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഒരു കൈ തരാനേ. അതിനെന്താ രേവതി, ഞാൻ നല്ല കാര്യമൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എനിക്കെന്തിനാ നീ കൈ തരുന്നേന്നേ? അതല്ല സച്ചിയേട്ടാ, ഞാൻ നല്ല കാര്യം ചെയ്തു, അത് അപ്പോൾ എനിക്ക് കൈതാന്ന് രേവതി പറയുന്നുണ്ട്. കൈതാ സച്ചിയേട്ടാ? അതെ, സച്ചിയേട്ടൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊരു അഭിനന്ദനം അർഹിക്കുന്ന കാര്യം ചെയ്തിട്ടാ വന്നേനെ. രേവതി, നീ എന്താന്ന് വെച്ചാൽ കാര്യം പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ തരാന്ന് പറയാനേ. അങ്ങനെ രേവതിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സച്ചേട്ടാ, ഒരു മണ്ഡപത്തിൻ്റെ സ്റ്റേജ് മാത്രമല്ല ഫുൾ ഡെക്കറേഷൻസും കാര്യങ്ങളും എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. വേണ്ടേ 1 ലക്ഷം രൂപ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പൈസ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. സച്ചിക്കപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രേവതി, നിന്റെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടുമെന്ന് എന്ന് പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്ക് ആ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി എന്നെ കൂട്ടിക്കൊണ്ട് ഒരു മാനേജറുടെ അടുത്ത് പോയിരുന്നു. അവർ പറഞ്ഞിട്ടാണ് ആ വിവാഹം നടത്തുന്ന ആളുടെ നേരിട്ട് കാണാൻ വേണ്ടി പോയത്. ഇത് ഇവന്റ്സുകാരെ ഏൽപ്പിച്ചിരുന്നതായിരുന്നു.
മറ്റൊരു സ്ത്രീയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഓണർ തന്നെ എനിക്ക് നേരിട്ട് ഈ ഓർഡർ തന്നു സച്ചിയേട്ടാ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹമാണ്. അത് ഭയങ്കര ഗ്രാൻഡായിട്ട് നടക്കുന്ന ഫംഗ്ഷനാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ നടത്തി കൊടുക്കണമെന്നൊക്കെ രേവതി ഇങ്ങനെ വാതോരാതെ സംസാരിക്കുക കേട്ടോ. രേവതി വീണ്ടും പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇതിപ്പോൾ 5 ലക്ഷം രൂപയുടെ ഫംഗ്ഷനുള്ള ഇത് ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. പൂവൊക്കെ മേടിച്ചിട്ട് എല്ലാം കഴിഞ്ഞാലും ഒരു 60,000 രൂപയെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ലാഭമായിട്ട് കിട്ടുമെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് സൂപ്പർ രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ രേവതിനെ ഇങ്ങനെ എടുത്ത് പൊക്കി കറക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ വിട് സച്ചിയേട്ടാ എന്നെ താഴെ ഇറക്കെന്നും പറഞ്ഞിട്ട് സച്ചിനെ ഇങ്ങനെ പിടിച്ച് തള്ളുന്നുണ്ട്. ഈ സമയം രവിയും ചന്ദ്രമതിയും സുധിയും ശ്രുതിയും എല്ലാം കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഡാ എന്താണ് ഈ കാണിക്കുന്നത്? ഹോളി കിടന്നുകൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതെന്നേ? അങ്ങോട്ടേക്ക് വർഷ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ചേച്ചി റൊമാൻസ് ആണോന്നേ? അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ഏയ് ഇല്ല വർഷ എന്നും പറഞ്ഞിട്ട് അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാ ഈ ഹാളിൽ കിടന്നുകൊണ്ട് കാണിക്കുന്നത്? ഇവിടെ മറ്റാരും താമസിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. ഞാൻ എൻ്റെ ഭാര്യ എടുത്തൊന്ന് പൊക്കി. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒരു പുതിയ കാര്യം കേൾക്കാഞ്ഞിട്ടാ, അല്ലെങ്കിൽ തന്നെ നീ അവളെ തലയിലെടുത്ത് വെച്ചുകൊണ്ടല്ലേ നടക്കുന്നതെന്നേ. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. രവിയപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയും രവിയും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ സന്തോഷം? ഞാനും കൂടി അറിയട്ടെ എന്ന് രവി പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ തന്നെ അച്ഛനോട് പറയാനേ. രേവതി അങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് എനിക്ക് ഒരു 5 ലക്ഷം രൂപയുടെ സ്റ്റേജ് ഡെക്കറേഷനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നേ. 5 ലക്ഷം രൂപയോടൊന്ന് രവി ചോദിക്കുമ്പോൾ, അതേ അച്ഛാ സ്റ്റേജ് മാത്രമല്ല ആ മണ്ഡപം ഫുള്ള് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനാണെന്നേ. രവിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കൺഗ്രാജുലേഷൻസ് രേവതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് വർഷ ഓടി വരുന്നുണ്ട്. സൂപ്പർ രേവതി ചേച്ചി, എന്തായാലും രേവതി ചേച്ചിക്ക് ഈ അടുത്തടുത്ത് വലിയ വലിയ ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ശ്രീകാന്തും പറയുന്നുണ്ട്, അതെ രേവതി ചേച്ചി ഇത്രയും വലിയ ഓർഡറുകളൊക്കെ ഒരു 5 ലക്ഷം രൂപയുടെ ഓർഡർ തന്നെയല്ലേ ഇപ്പൊ കിട്ടിയേക്കുന്നത്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണെന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എടാ നീ എന്താ ഈ പറയുന്നത്? ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കിട്ടിയാനാണോ ഇവിടെ കിടന്ന് ഇത്ര ആട്ടം ആടുന്നത് ഭാര്യയും ഭർത്താവും കൂടിയിട്ട്? നീ ഇത്ര വലുതാക്കി പറയേണ്ട കാര്യമുണ്ടോ? എന്തോ ഒരു 5 കോടിയുടെ ഓർഡർ കിട്ടിയതുപോലെയാണല്ലോ ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി പുച്ഛത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് പൂവും മേടിച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-9,000 രൂപ കയ്യിൽ കിട്ടുമായിരിക്കും. അതിനാണോ ഇവിടെ കിടന്നുകൊണ്ട് പൊക്കി കറക്കുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേച്ചാ അവൻ പറയുന്നത്, അവനെ 5 ലക്ഷം രൂപയൊക്കെ ഇത്ര നിസ്സാരമാണത്രേ. ഒരു 10 രൂപയ്ക്ക് പോയിരുന്ന് പാർക്കിൽ പോയിരുന്ന് കടല വാങ്ങി തിന്നതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? പഴയതൊന്നും എന്തായാലും നീ മറക്കാൻ നിൽക്കണ്ട. പണത്തിന്റെ വില അല്ലെങ്കിൽ നിനക്കറിയില്ലല്ലോ. അറിയാമായിരുന്നെങ്കിൽ അച്ഛൻ ആ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച് കിട്ടിയ അച്ഛന്റെ റിട്ടയർമെന്റ് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് നീ പോയില്ലായിരുന്നല്ലോ. ആ 50 ലക്ഷമൊക്കെ എടുത്തോണ്ട് ഓടിയ നിനക്കേ ഈ 5 ലക്ഷമൊക്കെ നിസ്സാരമായിരിക്കും എന്ന് പറയാനേ. ഇതെല്ലാം കേട്ടിട്ട് രവിയാണെങ്കിൽ ശ്രുതിയെ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. എടാ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ ജോലിയെ തരം താഴ്ത്തി കാണല്ലെന്ന്. ഇപ്പൊ തേന്റെ രേവതി പൂ കെട്ടാൻ തുടങ്ങി അവള് ഏറ്റവും ഉയർന്നു വന്ന് മണ്ഡപ ഡെക്കറേഷൻ വരെ ഓർഡർ പിടിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. അത് എത്ര വലിയ മുന്നേറ്റമാണെന്ന് നിനക്കറിയോന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തിനാ സുധിയേട്ടാ ഇങ്ങനെ ഒരാളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഡീഗ്രേറ്റ് ചെയ്യാൻ നിൽക്കല്ലെന്നേ. അപ്പോഴേക്കും സുധിയെ എല്ലാവരും ഇങ്ങനെ വളഞ്ഞിടുകയാണല്ലോ. അപ്പോഴേക്കും ചന്ദ്ര സുധിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ കയറി പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ എല്ലാം സംസാരം കേട്ടാ തോന്നും ഈ പൂ കെട്ടുന്നവള് കോടിക്കണക്കിന് രൂപയോ മറ്റോ എണ്ണാൻ പോവാണെന്ന്. ഇവളതെ കോടിക്കണക്കിന് പൂ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് എണ്ണീട്ടുണ്ടാവും എന്നും പറഞ്ഞ് ഇതൊക്കെ നടക്കാൻ പോവോന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് രേവതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അമ്മേ ഞാൻ കോടികളൊന്നും ആഗ്രഹിച്ചിട്ടില്ല.
എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്. ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ പേരിൽ ഞാൻ അറിയപ്പെടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ കഴിവ് കണ്ടിട്ട് അത്രയും വലിയൊരു ആള് എനിക്ക് ഇത്രയും വലിയ ഓർഡർ തരണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണെന്ന് രേവതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വർഷ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, കറക്റ്റാണ് രേവതി ചേച്ചി പറഞ്ഞത്. നമ്മൾ ഒരിക്കലും മണി ഫോക്കസ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ടാലൻറ്റിനനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു വർക്ക് ചെയ്താൽ നമ്മളെ ആളുകൾ ഇങ്ങോട്ടേക്ക് തേടി വരുമെന്ന് പറയുകയാണേ. അങ്ങനെ വർഷ പറയുന്നുണ്ട്, നമ്മുടെ ടാലൻറ്റ് നമുക്ക് ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ റെക്കഗ്നൈസേഷൻ താനെ വരുമെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, കറക്റ്റാണ് വർഷേ നീ പറഞ്ഞത്. എന്താ വർഷം നീ പറഞ്ഞ് റെക്കാന്നെങ്ങാണ്ട്? അതെ, റെക്കഗ്നൈസേഷൻ എന്ന് പറയുകയാണേ. അതെ, അംഗീകാരം. അത് പറഞ്ഞു കേട്ടില്ലേടാ, അത് നമ്മളെ തന്നെ തേടി വരുമെന്ന് സച്ചിയും പറയുന്നുണ്ട്. അല്ലാതെ നിന്നെ പോലെ പണത്തിന്റെ പുറകെ പോകുന്നവനൊന്നും ഈ അംഗീകാരങ്ങളൊന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട് സച്ചി. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഇടയിൽ കയറുന്നുണ്ട്. സച്ചി, നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ശ്രുതിയുടെ ഏറ്റവും നല്ല ടാലന്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടാലന്റ് അനുസരിച്ചിട്ട് മുന്നേറി വരുമെന്ന് തന്നെ പറയണേ. ഇത് കേട്ടിട്ട് രവി പറയുന്നുണ്ട്, ശ്രുതി മുന്നേറി വരുമെന്ന് പറയുന്നതും ആഗ്രഹിക്കുന്നതും ഒന്നും തെറ്റല്ല. എന്നാൽ ഞാൻ മാത്രമേ മുന്നേറാവുള്ളൂ, മറ്റുള്ളവർ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല എന്ന് കരുതുന്നതോ അതിനെ എന്തെങ്കിലും കളിയാക്കി ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നതോ ശരിയല്ല എന്ന് പറയാട്ടോ. അതോട് കൂടിയിട്ട് നമ്മുടെ ശ്രുതിയുടെ നാക്കങ്ങ് ഇറങ്ങി പോവാണ്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അച്ഛാ അതൊക്കെ വിട്ടുകള. എന്തായാലും രേവതിക്ക് ഇത്രയും വലിയ ഓർഡറുകളൊക്കെ കിട്ടിയില്ലേ, അതിൻ്റെ ഒരു കുശുമ്പ് മാത്രമാണ് അതെന്നേ. അപ്പോഴേക്ക് രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ എന്തായാലും നിന്നെ ഞാൻ ആദ്യം കണ്ട നാൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു നിനക്ക് നല്ല ഗുണങ്ങളും നല്ല സ്വഭാവവും ഉണ്ട്. തന്നെയല്ല, കുടുംബത്തിന് വേണ്ടിയിട്ട് നീ എല്ലാം വിട്ടുകളഞ്ഞ് നിന്റെ ജീവിതം വരെ മറന്ന് അധ്വാനിച്ച് ജീവിച്ചവളാണ് നീ. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും മറ്റുള്ളവർ പറയുന്നതിനെ അംഗീകരിച്ച് മനസ്സിലാക്കി ജീവിക്കാനും നിനക്കറിയാം. ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി നീ തന്നെയാണ്. ഈ എല്ലാ ഗുണങ്ങളും ഉള്ള നിനക്ക് ദൈവം തന്ന വളർച്ചയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് രവിയാണെങ്കിൽ രേവതിനെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ അച്ഛന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നത് അച്ഛനെയാണ്. ആ അച്ഛൻ്റെ അനുഗ്രഹവും സന്തോഷവും ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മുന്നേറി വരും ഒന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് അച്ഛാന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് എപ്പോഴും എൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ കൂടെ ഉണ്ടാവും. പിന്നെ നല്ല ഒരു മനസ്സും അധ്വാനിക്കാനുള്ള, മറ്റുള്ളവർക്ക് ദോഷം വരാതെ ചിന്തിച്ച് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്ന നിലയിൽ തന്നെ എത്തുമെന്നൊക്കെ ഇങ്ങനെ രവിയും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സച്ചിക്കും രേവതിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ശ്രുതിക്കും അങ്ങ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കാരണം നമ്മുടെ സച്ചിയും രേവതിയും എന്നും ഇങ്ങനെ താഴെക്കിടയിൽ തന്നെ കിടക്കുമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ. ഒരിക്കലും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാത്ത രണ്ട് ക്യാരക്ടേഴ്സാണ് അവര്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇനി ഇവരെ താഴെ ഇറക്കാനായിട്ട് എന്ത് ചെയ്യും? എന്തായാലും ഇവള് വലിയ വലിയ ഓർഡറുകൾ കിട്ടിയാൽ ഇവളിനി ഈ തറയിൽ എങ്ങും നിൽക്കില്ല. പിന്നെ ആൻറ്റി വേണമെങ്കിൽ അവളെ എടുത്ത് തലയിൽ വെക്കാൻ തുടങ്ങും. എന്തായാലും ആൻറ്റി പണത്തിൻ്റെ പുറകെ പോകുന്ന ആളാണ്, അതെന്തായാലും അനുവദിച്ചുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെയും അഹങ്കാരത്തിനൊരു വഴി കണ്ടെത്തണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. കാരണം നമ്മുടെ രേവതിയുടെ ഓർഡറുകളൊക്കെ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യിക്കണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതിയും ചിന്തിക്കുന്നത് മറ്റൊന്നല്ല. കാരണം ഈ പൂ കെട്ടുന്നവള് ഇങ്ങനെ പോയാൽ ഇനിയിപ്പോൾ വരെ അടുക്കളയിൽ കയറാതാവുമല്ലോ. പിന്നെ ആ വർഷയാണെങ്കിൽ അവൾ അടുക്കളയിൽ കയറുവെന്നേ നോക്കണ്ട. ശ്രുതിക്ക് പിന്നെ പാചകമൊന്നും അറിയേയില്ല. ഇനിയിപ്പോൾ ഇവള് വലിയ തിരക്ക് പിടിച്ചിട്ട് ഓർഡർ എന്നൊക്കെ പറഞ്ഞു പോയാൽ ഞാൻ തന്നെ അടുക്കളയിൽ കയറേണ്ടി വരുമല്ലോ. എന്തായാലും അതിനൊരു മാർഗം കണ്ടെത്തണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ആൻറ്റി എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാന്. ഒന്നുമില്ല ശ്രുതി, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചാന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്,
ആൻറ്റി എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ എന്നേ. ആ എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, അതെ രേവതി ഇപ്പോൾ വലിയ വലിയ പൂകെട്ടി ഓർഡറുകളൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ ആൻറ്റി അടുക്കളയിൽ കയറേണ്ടി വരുമെന്നല്ലേനെ. ആ ശ്രുതി, ഞാനത് ആലോചിച്ചുകൊണ്ടിരുന്നത്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ, അതെ ആൻറ്റീനെ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റാരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ആൻറ്റിയുടെ എല്ലാ മനസ്സും അതാണ് നമ്മുടെ മനപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ സോപ്പിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നേ ആൻറ്റി? ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടും അവളെ താഴെ ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ഇനിയിപ്പോൾ അവളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ ആവുമ്പോൾ ചോറും കറിയും വെക്കാതാവും, ബ്രേക്ക്ഫാസ്റ്റും ഇല്ലാതാവും, പിന്നെ പാത്രം കഴുകൽ വരെ മുഴുവൻ ആൻറ്റിയുടെ തലയിലാവും എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്കും ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ആ പൂ കെട്ടുന്നവളുടെ കട ഇവിടെ നിന്ന് കോർപ്പറേഷൻകാരെ കൊണ്ട് നമ്മൾ എടുത്ത് കളയിപ്പിച്ചു. എന്നാൽ അതിന് പകരമോ അവക്ക് ഒന്നുകൂടി ഓടി നടന്ന് കച്ചവടം ചെയ്യാനായിട്ട് ഒരു വണ്ടിയും വാങ്ങി അവളങ്ങ് ഇറങ്ങിയില്ലേ. ഇപ്പൊ തേണ്ടേ അവളെടുത്തത് സ്റ്റേജ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം രൂപയൊക്കെയാണ് അവക്ക് ഓർഡർ കിട്ടിയേക്കുന്നതെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. അത് ആൻറ്റി, അത് എന്തെങ്കിലും നമുക്ക് ചെയ്യാം, ആൻറ്റി സമാധാനമായിട്ട് ഇരിക്കുന്നു പറയുകയാണെ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് അടുത്ത രേവതിനെ എങ്ങനെയെങ്കിലും ഈ ഫീൽഡിൽ നിന്നും മാറ്റണമല്ലോ. കാരണം രേവതി ഉയരങ്ങളിലെത്തിയാൽ ഇവർക്ക് രണ്ടുപേർക്കും അടി വീഴുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് ഒരു ഇവൻറ്റ്സ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഏരിയയിലുള്ള മണ്ഡപ ഡെക്കറേഷൻസ് എല്ലാം ഒരു സ്ത്രീയാണ് കേട്ടോ നോക്കി അവർ തന്നെയാണ് ചെയ്യുന്നത്. അവർ ഒരു പൂ കച്ചവടക്കാരിയാണ്. എന്നാൽ അവർ നല്ല ഒരു സാമ്പത്തികവും കുറച്ച് ആളുബലവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അവരാണെങ്കിൽ പുതിയതായിട്ട് ആ ഫീൽഡിലേക്ക് വരാനായിട്ട് ആരെയും സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ ഈ വലിയൊരു ഓർഡർ നമ്മുടെ രേവതിക്ക് കിട്ടിയ കാര്യം ഇവരറിയുന്നുണ്ട്. കാരണം ഇവർക്ക് കിട്ടേണ്ട ഓർഡർ ആണല്ലോ. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി അവരുമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ അതെൻ്റെ അനിയത്തിയാണെന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും രണ്ടുപേരുടെയും ഉദ്ദേശം മറ്റൊന്നുമല്ല, രേവതിനെ നശിപ്പിക്കണമെന്നാണല്ലോ. അങ്ങനെ ചന്ദ്രമതിയും കൂടെ കൂട്ടിയിട്ട് ആ സ്ത്രീയെ കൂടിയിട്ട് നമ്മുടെ രേവതിനെ നശിപ്പിക്കാനായിട്ടുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ സച്ചിയല്ലേ, രേവതിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലെ കാരണം കണ്ടെത്തി സച്ചി അവരെ പിടികൂടുമെന്നുള്ളതറിയാം. ആ ഒരു ടെൻഷന് നമ്മുടെ ശ്രുതിക്കുണ്ട്. അങ്ങനെ ശ്രുതി അവരോട് പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ തേൻ്റെ രേവതിയാണെങ്കിൽ ഇപ്പോൾ ഈ വലിയൊരു ഓർഡറാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കല്യാണത്തിന് വരുന്നവരെല്ലാം ആ ഡെക്കറേഷൻസ് കണ്ടിട്ട് ഇനിയിപ്പോൾ ഫുൾ ഓർഡറും അവർക്കങ്ങ് കൊടുത്തു കളയും. പിന്നെ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് പറയുകയാണേ. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, അല്ല ഇതൊക്കെ പറയുന്ന അത് നിന്റെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ എനിക്ക് വലിയ ഉപകാരത്തിന് വേണ്ടിയിട്ട് നീ എന്തിനാ ഇങ്ങനെ വന്ന് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. അനിയത്തിയൊക്കെ തന്നെയാണ്, എന്നാലും എനിക്ക് അവള് കാരണം വീട്ടില് അത്ര വലിയ സമാധാനത്തിലല്ല. അവള് വീട്ടിലങ്ങനെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോയാൽ അത് എനിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനും ചേച്ചിയും ഒന്നിച്ച് നിന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കാന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സ്ത്രീയോട് പറയുന്നുണ്ട്, അതെ ചേച്ചിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. പക്ഷേ ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടെന്ന് മറ്റാരും അറിയാൻ പാടില്ലെന്ന് ശ്രുതി ഒരു വാക്കും മേടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിയുടെ മണ്ഡപം ഡെക്കറേഷൻസിനെയൊക്കെ കുളവാക്കാനും രേവതിയെ മാക്സിമം അതിൽ നിന്ന് ഒഴിവാക്കാനും ഒക്കെ കൂടിയിട്ട് ആ സ്ത്രീയും ശ്രുതിയും കൂടിയിട്ട് പുതിയ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. പാവം നമ്മുടെ രേവതി ഇതൊന്നും അറിയാതെ സച്ചിയും രേവതിയും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ആ മണ്ഡപം ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള പൂവൊക്കെ ഓർഡർ ചെയ്യാനും നല്ല നല്ല പൂക്കളൊക്കെ സെലക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവരിങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവരടുത്ത കെണി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് വേണ്ടവരെ നെക്സ്റ്റ് എന്നുകൂടി കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.